നമസ്തേ. ഞാൻ 2 വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ആദ്യത്തെ വീഡിയോ മനുസ്മൃതിയിൽ എന്തെങ്കിലും സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ, സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറഞ്ഞാണ് വീഡിയോ ഇട്ടിരുന്നത്. അത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലയോ, ഏതായാലും പബ്ലിക്കായിട്ട ആ വീഡിയോയ്ക്ക് ആരും എതിർത്ത് ഇങ്ങനെയൊരു കാര്യമുണ്ട് എന്ന് തെളിവ് സഹിതം ആരും ഇതുവരെ കാണിച്ചു തന്നിട്ടില്ല. എൻ്റെ പോസ്റ്റൊക്കെ ഒരുപാട് പേര് കാണുന്നതാണ്, കമൻ്റ് ഇടാറില്ലെങ്കിലും. അപ്പോൾ എനിക്ക് കമൻറ്റിലേക്കുമല്ല ആവശ്യം, അങ്ങനെ അതിനൊരു ഉത്തരമുണ്ടെങ്കിൽ കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം തരാൻ കഴിയില്ല, അങ്ങനെ ഒരു ഉത്തരം അതിൽ ഇല്ല. മനുസ്മൃതിയിൽ ധാരാളം സ്ത്രീകൾക്ക് അനുകൂലമായ, സ്ത്രീകളെ ആദരിക്കുന്ന, പൂജിക്കുന്ന, ബഹുമാനിക്കുന്ന വാചകങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന 2 വാചകങ്ങൾ പറയാം. എത്ര നാര്യസ്ഥ പൂജ്യന്തേ തത്ര രമന്തേ ദേവത എന്ന ഒരു സംസ്കൃത വചനം മനുസ്മൃതിയിലുള്ളതാണ്. എവിടെയൊക്കെ നാരികൾ പൂജിക്കപ്പെടുന്നുവോ, സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ, തത്ര രമന്തേ ദേവത, അവിടെയൊക്കെ ദേവതമാർ രമിക്കുന്നു, ദേവതമാരുണ്ടാകും, ഐശ്വര്യമുണ്ടാകും എന്ന് മനുസ്മൃതിയിലെ ഒരു വാചകമാണ്. അങ്ങനെ ഒരു വാചകം പറയുന്ന ആ വലിയ ഗ്രന്ഥത്തിൽ സ്ത്രീയെക്കുറിച്ച് മോശം പരാമർശമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാവരും വിമർശിക്കുന്ന ആ സംഭവം എന്താണ്? പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ന സ്ത്രീ എന്നല്ല, നഹ എന്ന് പറഞ്ഞാൽ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നാണ് അർത്ഥം എല്ലാവരും പറയുന്നത്. അങ്ങനെയല്ലല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഔം തത് സവിതോർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഈ ബുദ്ധി ന പ്രചോദയാത്, ഞങ്ങളിൽ ആർക്കും പ്രചോദിക്കപ്പെടാതിരിക്കട്ടെ, ആർക്കും പ്രയോജനമുണ്ടാകാതിരിക്കട്ടെ എന്നല്ലേ അർത്ഥം വരിക. നഹ് എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ പ്രചോദിക്കട്ടെ എന്നാണ് അർത്ഥം. അപ്പം നഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങളിൽ. അത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രമല്ല ഗായത്രി, ഈ ലോകത്തിന് മുഴുവൻ ഉള്ള മന്ത്രമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ആ ശക്തിയുടെ ചൈതന്യം പ്രചോദിതമാകട്ടെ, ഞങ്ങളുടെ ബുദ്ധിയിൽ പ്രചോദിതമാകട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. സൂര്യനിൽ നിന്ന് വരുന്ന ഊർജവും പ്രകാശവും ചൂടും എല്ലാം ഞങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ന എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ. ഇനി രാവണൻ എഴുതിയ ശിവതാണ്ഡവ സ്തോത്രമുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ജഡാട വീകള ജ്വല പ്രഭാവഭാവിത സ്ഥലെ എളവിലംബിലംബിതാംഭുജംഗതുംഗമാ. അതിനകത്ത് നിനാദമണ്ഡമർവയം ചകോര ചണ്ഡതാണ്ഡവം തനോതു നഹ് ശിവശിവം എന്നാണ്. ന ശിവശിവം, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, മംഗളം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് വിമർശിക്കുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ. ന ഇല്ല അല്ലെങ്കിൽ അല്ല, മംഗളം ഇല്ലാതെ പോകട്ടെ എന്നല്ലേ അർത്ഥം വരിക. അല്ലല്ലോ, നഹ് ശിവശിവം, ഞങ്ങളിൽ മംഗളമുണ്ടാക്കൂ. രാവണൻ അത് എഴുതിയത് തന്നെ രാവണന് വേണ്ടിയല്ല, ഈ ലോകത്തിന് മുഴുവൻ വേണ്ടിയാണെന്ന് അത് വായിച്ചാൽ മനസ്സിലാകും. തനോതു ന ശിവശിവം, കൈകൾ ആ പർവ്വതത്തിൻ്റെ ഇടയ്ക്ക് ഇരുന്നപ്പോഴും രാവണൻ എൻ്റെ കൈകൾ അതിൽ നിന്ന് രക്ഷിച്ചു തരൂ, എനിക്ക് വേദന ഇല്ലാണ്ടാക്കൂ, എനിക്ക് നല്ലത് നൽകൂ എന്ന് രാവണൻ പ്രാർത്ഥിച്ചിട്ടില്ല. അതാണ് രാവണൻ്റെ മഹത്വം. രാവണൻ പ്രാർത്ഥിച്ചത് തനോതു ന ശിവശിവം, ന എന്ന് വെച്ചാൽ ഞങ്ങൾക്ക്, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും മംഗളമുണ്ടാക്കൂ എന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഈ 2 സ്ഥലത്തും ന എന്നാൽ ഞങ്ങൾക്ക്, ഞങ്ങളിൽ, ഈ ലോകത്തിന് എന്ന് അർത്ഥം വരുന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ് അർത്ഥം? ന സ്ത്രീ, ഞങ്ങൾ സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് എന്നല്ലേ അർത്ഥം. ഞങ്ങൾക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, ഒരു സ്ത്രീ പോലും സ്വാതന്ത്ര്യം അർഹിക്കാതിരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിതാവ് കൗമാരത്തിൽ നോക്കുന്നു, ഭർത്താവ് യൗവനത്തിൽ നോക്കുന്നു, പുത്രന്മാർ വാർദ്ധക്യത്തിൽ നോക്കുന്നു. അപ്പോൾ സ്ത്രീക്ക് എല്ലായിടത്തും സംരക്ഷണവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. അതിൻ്റെ കുറച്ചുകൂടി ആ വാചകങ്ങളുണ്ട്. ഞാനത് ഏറ്റവും ലളിതമായി പറഞ്ഞു എന്നേ ഉള്ളൂ. വലിയ വീഡിയോയൊന്നും ആൾക്കാർക്ക് കേട്ടുകൊണ്ടിരിക്കാനും കണ്ടുകൊണ്ടിരിക്കാനും
ഒന്നും താല്പര്യമില്ലാത്തതിനാൽ ഏറ്റവും ചെറുതായി തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞ് നിർത്തുന്നു. അപ്പോൾ ഇനിയെങ്കിലും സംസ്കൃതമറിയാതെ പുസ്തകങ്ങൾ വായിക്കാതെ ഒന്നിനെ വിമർശിക്കുവാൻ ഇറങ്ങരുത്. നവോത്ഥാന നായകന്മാരായിട്ടുള്ള ആക്ടിവിസ്റ്റുകളായിട്ടുള്ള കുറേ വ്യക്തികളുണ്ട്. ഇവരൊക്കെ ഒന്നും അറിയാതെ അവർക്കിഷ്ടമുള്ള രീതിയിൽ സംസ്കൃതത്തെ മലയാളമാക്കി എടുക്കുകയാണ്. ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തവനെ മദർ എന്ന് പറഞ്ഞാൽ അച്ഛനാണെന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ അങ്ങനെ പഠിക്കും. ഫാദർ എന്ന് പറഞ്ഞാൽ അമ്മയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിക്കും. ഇംഗ്ലീഷ് നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണെങ്കിൽ അതിൻ്റെ മലയാളം അർത്ഥം പറഞ്ഞു കൊടുത്താൽ അത് ശരിയാകും. അതുകൊണ്ട് ദയവായി സംസ്കൃതം പഠിക്കുക, എന്നിട്ട് മാത്രം ഇതിനെയൊക്കെ വിമർശിക്കുക. ഇത് ചിലർക്ക് ഉള്ള ഒരു കുത്താണ്. അറിവുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള ചെറിയ ഒരു കുഞ്ഞി ടിപ്സ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒന്നായി ചിന്തിച്ചാൽ മതി. ഞാൻ വലിയ അറിവുള്ളവനൊന്നുമല്ല, എൻ്റെ കുഞ്ഞറിവുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നു എന്ന് മാത്രം. തെറ്റുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ ആർക്ക് വേണമെങ്കിലും വരാം, വിമർശിക്കാം, വസ്തുതകൾ സഹിതം എന്നെ എതിർക്കാം. നന്ദി, നമസ്കാരം.